ഹായ് ഹലോ പൊട്ടറ്റോ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സമയവും സാധനങ്ങളോ ഒന്നും ആവശ്യമില്ല. നല്ല ക്രിസ്പിയാണ്, ഇന്ന് നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 കിലോ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല വലിപ്പമുള്ളതും ഒന്ന് മീഡിയം സൈസുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1 കിലോ ഒക്കെ ഉണ്ടാവേ. ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടിരുന്നത്. ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ പൊട്ടാറ്റോ ഒക്കെ ഞാൻ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് എന്ത് ഇട്ടാലും കുക്കറിലല്ലേ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചെടുക്കാം കേട്ടോ. നമ്മൾ പൊട്ടാറ്റോ ഒന്ന് മുങ്ങിക്കിടക്കുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർക്കുന്നില്ലേ, ഉപ്പ് ചേർക്കാതെയായിട്ട് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 4 വിസിലൊന്ന് അടുപ്പിച്ചെടുത്തിട്ട് ഒന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ചൂടൊന്നാറി കഴിഞ്ഞാൽ അതിന് തൊലി ഒന്ന് കളഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഒരു സമയം കൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് നമുക്കിതിലേക്ക് ചുവന്ന മുളകോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ കുരുമുളകോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തരിതരിപ്പുള്ള പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഒരുപാട് നമ്മൾ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തതിനാൽ ഇതിൽ ഉള്ളിൽ വെള്ളം അങ്ങ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകാൻ. അതുകൊണ്ട് തന്നെ ഇതുപോലൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി, അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം കുറച്ചധികം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് അതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ചധികം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂണോളം കോൺഫ്ലവറും 2 ടീസ്പൂൺ മൈദയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ വേവിച്ചെടുത്തിട്ടുള്ള നമ്മളെ പൊട്ടാറ്റോയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചെടുക്കണ്ട, ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ ചെയ്തെടുത്താൽ നന്നായിട്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇത് ആവശ്യത്തിലുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞളോ മല്ലിയോ കുരുമുളക് പൊടിയോ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളക് ചേർക്കുന്നില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ. നമ്മൾ പൊട്ടാറ്റോ ഒക്കെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് എല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നമ്മൾ പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് വേണം കേട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം നല്ല സെറ്റാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ച് നല്ല പാകത്തിനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കാം കേട്ടോ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളമാക്കാം, ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലാക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ കുറച്ച് മാവ് കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ ഉരുട്ടി എടുത്തിട്ട് നമുക്കൊരു റിങ്ങിൻ്റെ പരുവത്തിലാക്കിയിട്ടെടുക്കണം കേട്ടോ. നമുക്കൊരു വളയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ നമ്മൾ, അതുപോലെ നന്നായിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ 2 സൈഡ് ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉഴുന്ന് വടേനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു നടുക്കുള്ള ഹോൾസ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു മോഡൽ ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ ഉഴുന്ന് വടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് മാവെടുത്ത് കയ്യിലേക്ക് അങ്ങ് പരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നടുവിൽ ഇതുപോലെ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചെറിയൊരു ഹോൾസ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാവ് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കാൻ പാടില്ല. അപ്പം തന്നെ അങ്ങ് അത് ഉണ്ടാക്കിയിട്ടെടുക്കണേ. നമ്മളത് വെക്കുന്തോറും ഇതിലുള്ള ഉള്ളിലേക്കുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് മാവ് ലൂസായി പോകും. മാവ് നന്നായിട്ട് ലൂസായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അങ്ങ് നമ്മൾ എണ്ണയിലങ്ങ് അത് കലങ്ങി പോവും. നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മളിതാ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടെടുത്തിട്ടുണ്ട്. നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ
പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കണേ. ഒരുപാട് സമയം അങ്ങ് എടുക്കുന്നതോറും ഈ മാവ് അങ്ങ് ലൂസായി പോവാട്ടോ ചെയ്യാൻ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മൾ വീണ്ടും ഇതിലേക്ക് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കളറൊന്നൊരു സൈഡ് ഭാഗം മാറി വരുന്ന സമയത്ത് നമുക്കതിനൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് അതങ്ങ് റെഡിയായിട്ട് വന്നോളും. പിന്നെ ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നതല്ലേ. നമ്മൾ സവാളയൊക്കെ ചെറുതായിട്ടല്ലേ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കളറൊന്ന് മാറി വരുന്ന നോക്കി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാകാൻ. അപ്പോൾ ഇതാ കളറിങ്ങനെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ സംഭവം നല്ല സെറ്റായിട്ട് വന്നോളും. നല്ല കളറും നല്ല മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 1-2 പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഉണ്ടാകാൻ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും ഇനി കുട്ടിയൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുക്കാനും പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് ഇത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം കേട്ടോ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. നമ്മളിത് വെക്കുന്തോറും അതിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പിയും കിട്ടും. നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചൂടോടെ തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.